ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഗൈസ്, എന്തോ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ ഹായ് പറഞ്ഞേ നമ്മുടെ പാറുവിൻ്റെ ഡാൻസ് കോമ്പറ്റീഷൻ ഈ വരുന്ന 7th ഓഗസ്റ്റ് 7th. അപ്പോൾ അതിനായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരുപാട് പർച്ചേസിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനും നമ്മുടെ ചേച്ചിയുമായിട്ടാണ് പോണത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോക്ക് ഡാൻസിൻ്റെ വീഡിയോ എനിക്ക് ഇപ്പോഴും റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോ മന്തും നമ്മുടെ സ്റ്റുഡിയോയിൽ അനലിറ്റിക്സ് നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഫസ്റ്റ് ടോപ്പ് കെടുക്കുന്നവ പാറുവിൻ്റെ ഡാൻസിൻ്റെ വീഡിയോ, ഷോർട്സും ലോങ് വീഡിയോ ആണ് എപ്പോഴും ടോപ്പ് കെടുക്കുന്നുണ്ടാവുക. എപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം എനിക്ക് ടെൻഷൻ കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്രാവശ്യം പാറുവിന് പ്രാക്ടീസ് ഭയങ്കര കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു 1 month ഫുൾ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിനേക്കാളും കുറച്ചും കൂടെ സ്പീഡായിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ളൊരു സോങ് ആണ്. പിന്നെ നമുക്ക് 1 വീക്ക് നമ്മളിവിടെ നാട്ടിലുണ്ടായില്ല. അപ്പോൾ 1 വീക്ക് പ്രാക്ടീസ് ഇവിടെ ഉണ്ട് അമ്മ. 1 വീക്ക് പ്രാക്ടീസ് കുറവുണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് ഒരു ചെറിയൊരു റെസ്റ്റിൻ്റെ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരു 3-4 days ഇപ്പോൾ ക്ലാസ്സില്ല. ഇനി ഒരു 3 days കൂടെ കഴിഞ്ഞ കോമ്പറ്റീഷനാണ്. വെൽ പ്രാക്ടീസ്ഡ് അല്ല, സ്റ്റെപ്പൊക്കെ അറിയാം, എന്നാലും ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല. ഡാൻസ് തെറ്റാതെ എങ്ങനെയെങ്കിലും കളിക്കട്ടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിത് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകണം. ഏട്ടൻ ഇവിടെ ഇല്ല, അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റൽ, നമ്മുടെ കണ്ണച്ഛന് ഡോക്ടറെ കാണിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഹായ് പറയൂ. ചേച്ചി എത്തിയിട്ടുണ്ട് നമ്മുടെ സാരഥി. ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ? 2 കോട്ടുണ്ട് അതിൽ. വലിയ കോട്ടുന്ന അത് മറ്റേ അവൻ്റെ ചുറ്റുമുള്ള പാൻറ്റും ഇവിടെ കോട്ടിൽ ഉണ്ട്, റെയിൻ കോട്ട് ഉണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടെ പോയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോകുന്നത് നമ്മളൊരു 3-4 കടയിൽ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനായാലും ചേച്ചി ആയാലും സ്റ്റാർട്ടിങ് ആണ്, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ പിള്ളേരെയും കൊണ്ട് നടക്കൽ. അപ്പം നമുക്ക് കറക്റ്റ് സ്ഥലങ്ങൾ അറിയില്ല. അതായത് നമുക്ക് ഡ്രസ്സൊക്കെ റെൻറ്റിനെടുക്കാൻ പറ്റിയ നല്ല പ്ലേസുകളൊന്നും അറിയില്ല. നമുക്ക് നമ്മുടെ വീട് തൊട്ടിട്ട് കാളമുറി വരെയാണ് എൻഡ് ചെയ്യുന്നത്. അത്രയും ഇടയിൽ ഒരു 3-4 ഷോപ്പുകൾ, റെൻ്റൽ ഷോപ്പുകൾ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ കാളമുറിക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ ഇവിടേക്ക് വരാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ സിസ്റ്റർ കാർത്തി ഉണ്ടല്ലോ, അവളുടെ കുട്ടികളുടെ ഡാൻസിനുള്ള സംഭവങ്ങളൊക്കെ അവർ ഇവിടെ നടത്തിയിരുന്നത്. നമ്മൾ പോയത് ഭാവന കളക്ഷൻസിലേക്കാണ് പോയത്, കാളമുറിയിലുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് കുഞ്ഞൂന് ഭരതനാട്യത്തിനുള്ള കോസ്റ്റ്യൂമാണ് നമ്മൾ നോക്കിയത് കേട്ടോ. അപ്പോൾ ചേച്ചി ഇതിനു മുമ്പ് കുറച്ച് സ്റ്റോറുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടത്തൊന്നും വലിയ ഇഷ്ടം തോന്നിച്ചില്ല, അല്ലെങ്കിൽ ഇത്തിരി പഴകിയതുപോലെ. പക്ഷെ ഇവിടെയാണെങ്കിൽ നല്ല പുതിയ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഇവർ സാരി കൊണ്ട് പഠിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ന്യൂ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ 2 നോക്കിയിട്ട് സെലക്ട് ചെയ്തു. പിന്നെ ഇത് വരുന്നതുണ്ടല്ലോ, ശോഭന മോഡൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം വരുന്നത്. അതായത് രാരാ സരസ്ക്ക് രാരാ, അതിൽ ശോഭന ഇടുന്നത് ഏകദേശം ഈ മോഡൽ, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഞങ്ങളുടെ കണ്ണിലുടക്കിയത് ഇയാളാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ ഇങ്ങനത്തെ കുറച്ച് സാരികൾ കണ്ടിട്ടുമുണ്ട് ഈ ഒരു പാറ്റേണിൽ, ഈ ഒരു കോമ്പിനേഷനിലുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കണ്ണിലൊക്കെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഇട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ ചേച്ചിയുടെയും മനസ്സിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീച്ചർ ഓൺലൈനിലുണ്ട്. ഇപ്പോൾ നമ്മുടെ പാറുട്ടിനെ ഡാൻസ് പഠിപ്പിക്കുന്നത് കലാമണ്ഡലം രജനി ടീച്ചറാണ് കേട്ടോ. നമ്മൾ കാണിച്ചിട്ടുണ്ട് ഞാൻ കുറേ പ്രാവശ്യം. ടീച്ചർ ശൃംഗപുരത്തും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ എവിടെയാണ് ക്ലാസ് എടുക്കുന്നത്, കൊടുങ്ങല്ലൂരാണ് വീട്. അപ്പോൾ ഞങ്ങൾ ടീച്ചറെ വിളിച്ചപ്പോൾ ടീച്ചർക്ക് ഫുള്ള് ടീച്ചറോടും കൂടെ ചോദിച്ച് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. അങ്ങനെ ഞങ്ങൾ എടുത്ത ഡ്രസ്സ് ഇതാണ്, ഭരതനാട്യത്തിന് എടുത്ത ഡ്രസ്സ് ഇതാണ്. നല്ല ഫ്രഷ് പീസായിരുന്നു കേട്ടോ. ഇത് ഒരു പ്രാവശ്യം കണ്ട് പോയിട്ടുള്ളൂ. ഇനിയാണ് മോനെ പണി. നമ്മൾ പാറുവിൻ്റെ ചെറിയൊരു ലിമിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അവൾ കുഞ്ഞല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ചെറുത് കിട്ടണം. പിന്നെ ഇവിടെ കുറേ എല്ലായിടത്തും കോമ്പറ്റീഷൻ 7-8 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉള്ളത് പോയി. പിന്നെ നമുക്ക് ഫോക്ക് ഡാൻസിന് അധികം ഇറങ്ങിയാലും രസം ഉണ്ടാവില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാറുവിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ടൈപ്പൊക്കെ ഉള്ളൊരു കളർ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടെ
പിന്നെ ഈ ഒരു പാവാട എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു പാവാട ഇറക്കത്തിലും അതേപോലെ അടിയിൽ ഇങ്ങനെ കുറച്ച് ഞുറികളൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്കിനി കോമ്പിനേറ്റ് ചെയ്ത് വെച്ച് നോക്കണം. അതായത് ഓരോന്നും ബ്ലൗസും ഷാളും ഒക്കെ വെച്ച് മാച്ച് ചെയ്ത് അവൾക്ക് ഇടുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനെ എല്ലാതും നോക്കിയിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഓരോന്നും വെച്ച് നോക്കുന്നത് ഞങ്ങൾക്കും കാണാനും, പ്ലസ് നമ്മുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കും. ടീച്ചർ ഇത് ഓക്കെ ആണോ, അങ്ങനെ ടീച്ചറോടും കൂടി ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാതും എന്താ പറയുക, എല്ലാതും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷേ ഫോക്ക് ഡാൻസ് കളിക്കുമ്പോഴും ഡ്രസ്സിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഒരു കുറത്തിയുടെ പാട്ടാണ് പാറുട്ടൻ്റെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലിങ്ങനെ കുറേ മണി പോലുള്ളത് എനിക്ക് ഭയങ്കര, പക്ഷേ എനിക്ക് കണ്ണ് ഈ റെഡും ഇതും ഈ പച്ച ഷാളും ഇതാണ് ഇത്രയും നമ്മൾ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 8 ഡ്രസ്സ് നമ്മൾ ഇങ്ങനെ മാച്ച് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് വന്ന് നിന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഷാൾ എന്തായാലും എടുക്കുന്നത് വെച്ചാൽ ഈ ഒരു ഷാൾ നല്ല അട്രാക്റ്റ് ആവും കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ടാവും. പിന്നെ ഇത് വന്നു, ഇതും കഴിഞ്ഞ പ്രാവശ്യം യെല്ലോ കുറേ ഉണ്ടായിരുന്നുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്താ പറയുക, എല്ലാത്തിനും ഇങ്ങനെ സെറ്റ്. പിന്നെ എനിക്കാണെങ്കിലും അധികം ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുള്ളതുകൊണ്ട് നമുക്ക് എവിടെയാണോ പോരായ്മയുള്ളത് അവിടെ ചേച്ചി പറഞ്ഞു തരും, ഓരോന്നിങ്ങനെ പറഞ്ഞു തരും. പിന്നെ ഇവിടെയാണെങ്കിലും നല്ല കളക്ഷൻസ്, ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളിവിടെ ലോക്കായി, ഞങ്ങൾക്ക് വേറെ ഒരിടത്തേക്കും പോകേണ്ടി വന്നില്ല. അപ്പോൾ ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി കമ്മലും മാലയും അതേപോലെ തന്നെ നെറ്റിച്ചുട്ടി അങ്ങനെ കുറച്ച് സാധനങ്ങൾ. നമ്മളെടുത്ത ഡ്രസ്സ് റെഡ് പാവാടയും ഒരു നീല ബ്രൊക്കേഡിൻ്റെ ബ്ലൗസും പച്ച ഷോളും, ഇതാണേ നമ്മൾ എടുത്തത്. പിന്നെ നമുക്കൊരു റെഫറൻസ് പിക്ക് തരും. ആ ഒരു പിക്ക് അനുസരിച്ചിട്ടുള്ള മാലയും കാര്യങ്ങൾ. ഇനി ചിലപ്പോൾ നമുക്ക് ഇയർ ബൈ ഇയർ കഴിയും തോറും നമുക്ക് റെഫറൻസ് പിക്കൊന്നും വേണ്ടി വരില്ല. കാരണം നമുക്കറിയായിരിക്കും, ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരില്ലായിരിക്കും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കുറച്ച് ഐഡിയ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു കളക്ഷൻസ്, ഈ ഒരു സെൻറ്റർ, ഈ ഒരു കടയത്തെ ഇതാണ് കേട്ടോ, ഭാവന ഡാൻസ് കളക്ഷൻ. അവിടുത്തെ മോളാണ് മോഡൽ. ആ ചേച്ചി ഒരു കലാമണ്ഡലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചേച്ചീനായാലും, ഈ ചേച്ചിക്കും കുറേ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്കായാലും ഇവിടുത്തെ ചേട്ടനും ചേച്ചിയും കുറേ ഐഡിയാസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എക്സ്പീരിയൻസ് മേക്ക് പെർഫെക്റ്റ്, അങ്ങനെയാണല്ലോ പറയുക. നമുക്ക് അനുഭവം കൊണ്ടേ നമ്മൾ പഠിക്കൂ. അപ്പം നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പം അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഇതൊരു പാക്കറ്റായിരുന്നു, ഇർക്ലി സ്ലീഡും പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് അതൊരു പാക്കറ്റായിരുന്നു. പിന്നെ നമുക്ക് തലയിൽ കഴിഞ്ഞ പ്രാവശ്യം പൂവിന് വേണ്ടിയിട്ട് പൂ വയ്ക്കാൻ നടക്കണമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മളത് പ്ലാസ്റ്റിക് പൂ വയ്ക്കാമെന്ന് വിചാരിച്ചു. റോസാപ്പൂ ഒക്കെ ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന റോസാപ്പൂവൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഇത് നമ്മുടെ മഞ്ഞക്കോളാമീൻ്റെല്ലോ അതേ കണക്കിൽ. അപ്പോൾ ഞങ്ങളത് മാച്ച് ചെയ്ത് വെച്ച് നോക്കി. ഒരു ഐഡിയയിൽ ഞങ്ങളൊരു 3-4 മേടിച്ചു. അപ്പോൾ നമുക്ക് എന്തൊരു കൺഫ്യൂഷൻ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മേക്കപ്പ് ചെയ്ത് തരും. അതായത് സൂചി, ചരട്, അതൊക്കെ അവരവരെ കയ്യിൽ നിന്ന് എടുക്കും. ചിലർ നമ്മൾ കൊടുക്കണം, അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടല്ല ചെയ്യിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്യിച്ചത് ആരെ കൊണ്ടായിരുന്നു, ബ്യൂട്ടീഷ്യനെ കൊണ്ടാണ് ചെയ്യിച്ചത്. അപ്പോൾ അവൾ തന്നെ അല്ലാതെ എടുത്തിരുന്നത്, അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സെറ്റും പിന്നെ നമ്മുടെ ഹെയർ നല്ല രസമുണ്ടായിരുന്നു. ഒരു കേളി ഹെയർ ആയിരുന്നു. എനിക്ക് വെച്ച് നടക്കാൻ ഈ ഒരു ഹെയർ കണ്ടിട്ട് കേട്ടോ. അവരെ കയ്യിലുണ്ടാവും, നമ്മൾ അവർക്ക് തന്നെ അഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇപ്രാവശ്യം ചെയ്ത് ആലപ്പുഴയിൽ നിന്ന് വന്നവരാ, കാരണം കിട്ടാണ്ട്. അപ്പൊ ആലപ്പുഴയിൽ നിന്ന് വരുത്തി 2500 ഞങ്ങളുടെ റേറ്റ് മാറ്റിയിട്ടില്ല. 3 മേടിച്ചു. 2 മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ആളെ കിട്ടിയില്ല. എന്നിട്ട് ഞാൻ വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് തട്ടിമുട്ടി ചെയ്യിച്ചാണ്. ഇല്ലില്ല, എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ടായിരുന്നു. 250 റുപ്യ അങ്ങോട്ട് മേടിച്ചോളൂ. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി ഹാർമോണിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർമോണിയം പാറു കഴുത്തിൽ കൂടെ ഇട്ട് നടക്കണം. കഴുത്തിൽ കൂടെ ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കുറച്ച് സ്റ്റെപ്പ് കളിക്കാനുണ്ട്. ലാസ്റ്റ് ഹാർമോണിയം കൊണ്ട് പോകണതുണ്ട്. അപ്പോൾ അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ഹാർമോണിയം ആയിരിക്കണം. പക്ഷെ നമ്മളിതിന് മുമ്പ് ഞാനപ്പോൾ ഇങ്ങനെ കളിച്ച് നോക്കുമായിരുന്നു അവൾക്ക് കളിക്കാൻ പറ്റുമെന്നുള്ളത് കേട്ടോ. പക്ഷെ കുഴപ്പം ഒട്ടും വെയിറ്റ് ഇല്ല ഈ ഒരു സാധനത്തിന്, ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല.
പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ, ഇതിനെ പറ്റിയിട്ടുള്ളൊരു പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിപ്പമുള്ളതുകൊണ്ട് പാറുട്ടം കുഞ്ഞുമല്ലേ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് ഹാർമോണിയം ഇനി കിട്ടാനില്ല. നമ്മൾ പോയോടത്ത് വെച്ചാൽ ഹാർമോണിയം നമുക്ക് കഴിഞ്ഞ ദിവസം ചേച്ചിയാണ് പോയത് കേട്ടോ, അതാണ് എനിക്ക് വീഡിയോ ഒന്നും കിട്ടാനത്. ചേച്ചി പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു 1-2 ഷോപ്പിൽ. അപ്പോൾ അവിടെ ഒരു ഹാർമോണിയം ഇത്തിരി ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു, അതിന് വെയിറ്റും ഉണ്ട്. ഒരെണ്ണം ചെറുതാണ്, അതിന് ഭയങ്കര വെയിറ്റാണ്. പാറുവിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ട് ഇത് ഞാൻ റെൻറ്റിന് എടുക്കുക ചെയ്തത്. അതായത് ഞാൻ അന്ന് തന്നെ ഇത് കൊണ്ടുവന്നു, ബാക്കി ഡ്രസ്സ് അവിടെ വെച്ച് ഡാൻസിൻ്റെ തലേദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. ഹാർമോണിയം ഞാൻ കൈയോടെ വാങ്ങിച്ചു, കാരണം അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈയോടെ ഞാൻ മേടിച്ചു. ഇനി കുപ്പിവളയും കാര്യങ്ങളൊക്കെ മേടിക്കണം. കുപ്പിവള മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കയറി. അവിടെ കടയുടെ ഫ്രണ്ടിൽ കയറിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പാറുവിൻ്റെ വളകൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ, അത് നോക്കിയിട്ട് മേടിച്ചാൽ പോയേ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കയറാണ്ട് തിരിച്ചു പോന്നു. അങ്ങനെ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിക്കാണെങ്കിലും വളരെ 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 എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോണത്. എന്തായാലും വന്നതല്ലേ, അപ്പം നമുക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതായിരുന്നു മന്തി മസിൽ അവിടെ വന്ന് ഒരു അൽഫാം മന്തി കഴിച്ചു. ഇപ്പോഴായി പിന്നെ ഷവായി മന്തിയുടെ ഭയങ്കര ഫാനായതുകൊണ്ട് അൽഫാം മന്തി എനിക്കിപ്പോൾ ഇഷ്ടമല്ല, സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല അൽഫാം മന്തി. എന്നാലും അതും കഴിച്ചു. നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ പാറും കുഞ്ഞും സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഇവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം ഇവരെ ഡാൻസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 2 പേര് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ എൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഇടാം. നമ്മുടെ പാറുട്ടൻ്റെ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞു കേട്ടോ, ഡാൻസൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഞാനപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ ഇടാം. എന്തായാലും ഇത് ഭയങ്കര നല്ല കുറേ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കാമെന്ന് പറയണത്. അതായത് എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച സംഭവങ്ങളല്ലേ ഇത് നമ്മുടെ മുകളിൽ കൂടെ സാക്ഷാത്കരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണിത്. ഞാൻ വേഗം വീട് എത്തിയിട്ട് വന്നിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ പർച്ചേസിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10:30 ആയപ്പോൾ ഇറങ്ങിയതായിട്ട് വീട്ടിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ കാശിക്കൂട്ടം മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, കീത്തൊന്നും ഇതിലില്ല, അവർ ചെന്നൈക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു 1 വീക്ക് ഉണ്ടാവില്ല. നമ്മുടെ പാറുൻ്റെ കോമ്പറ്റീഷൻ അവരുണ്ടാവില്ല, അതിനോട്ട് തന്നെ കണ്ണ് കാണിക്കാൻ പോയിരിക്കുക കേട്ടോ. അത്രയും എമർജൻസി ആയിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ കാശിയും അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. തല്ലിപിടുത്തൊന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാറുവിൻ്റെ ഫോക്ക് ഡാൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയ സ്റ്റോറിൽ നല്ലോണം കളക്ഷൻ ഉണ്ട് കേട്ടോ, ഭാവന കളക്ഷൻസ് അങ്ങോട്ടാണ്, നല്ലോണം കളക്ഷൻ ഉണ്ട്. നമ്മൾ പോയതിൽ വെച്ചിട്ട് അവിടെ കുറച്ചും കൂടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ പാറുട്ടന് കുഞ്ഞു മോളായിട്ട് 1ാം ക്ലാസ്സിലായിട്ടുള്ളത്, അവൾക്ക് പറ്റിയ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ കോമ്പിനേറ്റ് ചെയ്തിട്ടാണ് ഒന്നിനൂടെ വെച്ച് നോക്കി അവിടെ അതിന് കുറേ സമയം പോയി എടുത്തത്. പക്ഷേ കുഞ്ഞുവിൻ്റെ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂം അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിന് നന്നായിട്ട് ചേരും. ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ നമുക്ക് ഹാർമോണിയാണ് നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് വേണ്ടത്. അത് ചെറുത് കിട്ടുമായിരുന്നു, പക്ഷെ ചെറുതില്ല, വലുതാണ്. ആ വലുത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അവൾ അതിട്ട് പ്രാക്ടീസ് ചെയ്യിച്ച് നോക്കണം. അത് അവൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ, അത് ചെയ്ത് നോക്കണം. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് വളകൾ മേടിക്കാനുണ്ട് കേട്ടോ. വളകൾ ഇവിടെ ഉണ്ട്, കുറച്ച് വളകൾ നമ്മുടെ കഴിഞ്ഞ കോമ്പറ്റീഷനൊക്കെ മേടിച്ച വളകൾ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ വളകൾ ഉണ്ടോ എന്ന് നോക്കും. അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ മേടിക്കത്തുള്ളൂ. കാരണം ഞാൻ അങ്ങനെ വാങ്ങിക്കുന്ന വളകൾ അധികം ഇടിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടത്തിലല്ല. ഇവിടെ ഉണ്ട് ഒരു മറ്റേ സെറ്റ് ഉണ്ട്, സ്റ്റാൻഡ് നിറച്ചുണ്ട് ഇവിടെ വളകളാണ്. അതൊന്ന് നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ അതേ 3 മണി കഴിഞ്ഞു. പാറുവിന് ഇപ്പോൾ അതേ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്കൊരൊറ്റ കടയിൽ തന്നെ എല്ലാ കാര്യവും സെറ്റായിട്ടുണ്ട്. എന്തൊക്കെയാണ്, ബ്ലൗസ്, ഷോള്, പാവാട, പിന്നെ വിഗ്, ഓർണമെൻറ്റ്സ്, പ്രോപ്പർട്ടി, ഇതെല്ലാ സാധനവും സെറ്റായിട്ടുണ്ട്. പൂക്കൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേറെ നമ്മൾ വാങ്ങിക്കുന്ന പൂക്കളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമുക്കത് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല, പ്ലാസ്റ്റിക് പൂ തന്നെ വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം ശരിക്കും മേക്കപ്പ് മാൻ ഉണ്ട് നമുക്ക് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മേക്കപ്പ് മാനെ കിട്ടാണ്ട് നമ്മുടെ ഫ്രണ്ടിനെ കൊണ്ടാണ് ചെയ്യിച്ചത്. ഇപ്രാവശ്യം മേക്കപ്പ് മാൻ ഉണ്ട്. 2 ഡേയ്സും കൂടെ ഉള്ളൂ. പാറു പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രാക്ടീസിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. തെറ്റാണ്ട് കളിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. നിൽക്കരുതെന്നുള്ളൊരാഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ കോമ്പറ്റീഷൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അന്നത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.
നമ്മളെന്തായാലും അത്ര ഇമോഷണൽ ഒന്നും ആവില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. കാരണം പാറു ഇപ്പോൾ ഒരുപാട് സ്റ്റേജൊക്കെ കയറിയതുകൊണ്ട് കണ്ട് സെറ്റായി. അന്ന് പാറെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജാണ് അവളുടെ ഒരു ഡാൻസ് പഠിച്ച് ആദ്യമായിട്ടാണ് അവൾ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം പിന്നെ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് അവൾ ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ കണ്ടു. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ അത്രയും ഇമോഷൻ ആവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ആൻഡ് സീ. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും